റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വിജയം. അമേരിക്കയും റഷ്യയും യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ പ്രതിനിധികളെ നിയോഗിക്കും. സൗദി അറേബ്യയിലാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും കൂടിക്കാഴ്ച നടന്നത്. 4 മണിക്കൂർ നീണ്ട ചർച്ച ഫലപ്രദമെന്ന ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അറിയിച്ചു. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഒരു സമാധാനത്തിലേക്കുള്ള കളമൊരുങ്ങുകയാണോ? ശുഭകരമായ സൂചനകൾ തന്നെയാണോ, ശുഭകരമായ വാർത്തകൾ തന്നെയാണോ സൗദിയിൽ നിന്നും പുറത്തു വരുന്നത്? തീർച്ചയായും ഏറെ ശുഭകരമായ വാർത്ത തന്നെയാണ് യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ നിന്ന് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നടന്ന ചർച്ചയിൽ, റിയാദിൽ നടന്ന ചർച്ചയിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും, അതായത് ഇപ്പോൾ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സൗദി അറേബ്യയിൽ ചർച്ചകൾ നടത്തിയ 2 രാജ്യങ്ങൾ, അത് റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയുമാണ്. ഈ റഷ്യയും അമേരിക്കയും 2 രാജ്യങ്ങളും പ്രത്യേക പ്രതിനിധികളെ നിയോഗിക്കും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനുള്ള തുടർ ചർച്ചകൾ നടത്തുന്നതിന്. അതായത് സെലൻസ്കിയുമായും അതുപോലെ യുക്രൈൻ്റെ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റുമായി ചർച്ചകൾ നടത്തേണ്ടി വരും. അത്തരത്തിലുള്ള നിരവധിയായ ചർച്ചകൾ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നിലവിലെ അല്പസമയം മുമ്പുള്ള ഒരു പ്രസ്താവനയിലൂടെ വ്ളാഡിമർ പുടിൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ചർച്ചകൾക്ക് തയ്യാറാണ് യുക്രൈനുമായി എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നില്ല. മാത്രമല്ല, ഏത് രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കേണ്ടത് അല്ലെങ്കിൽ നടക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള കുറേ കൂടെ വിശദമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പുതിയ ടീമിനെ നിയോഗിക്കും, പ്രത്യേക ദൗത്യ സംഘത്തെ അല്ലെങ്കിൽ പ്രത്യേക പ്രതിനിധികളെ നിയോഗിക്കുമെന്നൊരു ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, റഷ്യൻ വംശജരുള്ള അല്ലെങ്കിൽ റഷ്യയുടെ എത്നിക് പാരമ്പര്യമുള്ള വിഭാഗങ്ങൾ താമസിക്കുന്ന 2 പ്രദേശങ്ങൾ ഇപ്പോൾ നിയന്ത്രണം യുക്രൈൻ്റെ കസ്റ്റഡിയിലാണ്. ആ യുക്രൈൻ ഏതെങ്കിലും രീതിയിൽ ആ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാവുകയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാവുകയോ ചെയ്യുമ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ 2 പ്രവിശ്യകളുടെ സംബന്ധിച്ച ധാരണ കൃത്യമായി ഉണ്ടാകണമെന്ന ആവശ്യത്തിൻ്റെ മുകളിലാണ് തർക്കങ്ങൾ ആരംഭിച്ചത്. പിന്നീട് അങ്ങോട്ട് ആ തർക്കങ്ങൾ തുടരുകയായിരുന്നു. 2022 മുതൽ അതൊരു യുദ്ധത്തിലേക്ക് പോവുകയും തുടർച്ചയായ ഒരു യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ ഇടപെടൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ പ്രശ്നം പഠിക്കുന്നതിനും വിഷയം കൈകാര്യം ചെയ്യുന്നതിനുമായി പ്രത്യേകമായി നിയോഗിക്കുകയും അദ്ദേഹം ഇപ്പോൾ സൗദി അറേബ്യയിലെത്തി ഇതിൻ്റെ ഇത് സംബന്ധിച്ച കൂടിക്കാഴ്ചകൾ നടത്തുകയുമായിരുന്നു. ഈ കൂടിക്കാഴ്ചകളിൽ റഷ്യയെ പ്രതിനിധീകരിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും പങ്കെടുത്തിരുന്നു. ഈ 2 പേരുടെയും ചർച്ചകളിലാണ് ഏതൊക്കെ വിഷയങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത്, റഷ്യയുടെ ഏതൊക്കെ പ്രശ്നങ്ങളാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്, അത് ഏത് രീതിയിലാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടി യുഎസും റഷ്യയും പ്രത്യേകം പ്രതിനിധികളെ നിയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതേസമയം മറ്റൊരു നിർണായകമായൊരു വിഷയം കൂടി, ഒരു സംഭവ വികാസം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ യുക്രൈന് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ യുക്രൈന് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ യുക്രൈൻ പ്രസിഡൻ്റെല്ലാം തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് വ്ളാഡിമർ പുടിൻ്റെ നിലപാട് തീർത്തും അംഗീകരിക്കാനാവുന്നതല്ല അല്ലെങ്കിൽ വിശ്വസിക്കാനാവുന്നതല്ല എന്നൊരു നിലപാടായിരുന്നു അദ്ദേഹം നേരത്തെ സ്വീകരിക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയ്ക്കായി ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു നീക്കം നടത്തുകയും ചെയ്തു. ഇവിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇതുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്തുമ്പോഴും അത്യധികമായി പുതിൻ്റെ നിലപാട് തന്നെയാണ് സുപ്രധാനം. അവിടെ പുതിൻ ഏത് തരത്തിലായിരിക്കും ഇതിനോട് യോജിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ വിയോജിപ്പ് രേഖപ്പെടുത്തുമോ, അതാണ് ഏറ്റവും നിർണായകമാണ്, അല്ലേ? തീർച്ചയായും പുടിൻ്റെ ഭാഗത്തു നിന്ന് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന പ്രശ്നം അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ യൂണിയൻ അംഗത്വവും അതുപോലെ തന്നെ നാറ്റോ അംഗത്വത്തിനും ശ്രമിക്കുന്ന യുക്രൈൻ, ആ അംഗത്വത്തിന് ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ റഷ്യൻ എത്നിക് ഒറിജിനുള്ള ഈ 2 പ്രവിശ്യകളുണ്ട്, ഡൺസക് എന്നൊക്കെ പറയുന്ന 2 പ്രവിശ്യകളുടെ നിയന്ത്രണാധികാരം ഏത് രീതിയിൽ വേണമെന്ന ഒരു അന്തിമ തീരുമാനമെടുക്കണമെന്ന വിഷയമാണ് തർക്കങ്ങളിലേക്ക് എത്തിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, റഷ്യൻ റൂബിളാണ് ഈ 2 പ്രവിശ്യകളിലും അത് നാണയമായി പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അനുബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ റഷ്യയോടാണ് കൂടുതൽ വിധേയത്വം പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ 2 മേഖലകളിലും. ആ മേഖലകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകണമെന്നാണ് പ്രസിഡന്റ് പുടിൻ്റെ ആവശ്യം. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയും വ്ളാഡിമർ പുടിനും വ്ളാഡിമർ സെലൻസ്കിയും തമ്മിൽ ചർച്ചകൾ പോലും നടക്കുകയും ചെയ്തു. ഈ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ശക്തമായ നടപടികളിലേക്ക് 2022 കടക്കുകയും ശക്തമായ പ്രതിരോധമുണ്ടാവുകയും പരസ്പരം വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത്. ആ പ്രശ്നത്തിൽ കൃത്യമായൊരു പരിഹാരം റഷ്യയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ യുദ്ധം ശാശ്വതമായി സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് തുറന്നു കിട്ടുക. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കത്തിന്
ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ റഷ്യൻ ഉന്നതാധികാരികളും തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നെഗോസിയേഷൻ ഏത് രീതിയിലാണ് യുക്രൈനുമായി നടത്തുക, അല്ലെങ്കിൽ യുക്രൈനുമായി ഇത്തരത്തിലുള്ള നെഗോസിയേഷൻ്റെ കൗണ്ടർ പാർട്ടാക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് സംബന്ധിച്ച ചില ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് പാരീസിൽ നടന്ന ചർച്ചകളിൽ. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പാരീസിൽ ഒരു ചർച്ചകൾ നടത്തിയിരുന്നു. അത് സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ നേരത്തെ നമ്മൾ കണ്ടതുമാണ്. ആ കാര്യത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ആ യോഗത്തിൽ വളരെ കൃത്യമായൊരു നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും സാഹചര്യവശാൽ യുക്രൈൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന സാഹചര്യം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണെങ്കിൽ അമേരിക്ക അതിനും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന നിലപാടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് പാരീസിൽ ഇന്നലെ യോഗം ചേർന്ന് നിലപാടെടുത്തത്. അക്കാര്യം ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോൺ കൃത്യമായി പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു. അത് നേരിട്ട് ടെലിഫോൺ ചെയ്ത് ട്രംപിനെ അറിയിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ അമേരിക്കയുമായുള്ളൊരു നെഗോസിയേഷൻ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ളൊരു മധ്യസ്ഥതയുടെ സ്വഭാവത്തിലാണ് യുക്രൈൻ നടത്തുന്നതെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്നും നമുക്ക് നിരീക്ഷിക്കാനാകുന്നത്. അത്തരത്തിലുള്ളൊരു ചർച്ച നടക്കുമ്പോൾ അടുത്തയാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അമേരിക്ക സന്ദർശിക്കുന്നുണ്ട്, ട്രംപുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. ആ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ അറിയിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടൻ്റെ ഉൾപ്പെടെയുള്ള ഒരു നേതൃത്വത്തിൽ, ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും അതുപോലെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു സംവിധാനമായിരിക്കും ഒരു പക്ഷേ മിക്കവാറും യുക്രൈന് വേണ്ടി സംസാരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു മധ്യസ്ഥ രീതിയിലേക്കുള്ള ചർച്ചയ്ക്ക് പ്രതിനിധികളായി യുക്രൈൻ്റെയും റഷ്യയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും പ്രതിനിധികൾ എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള ചർച്ചകൾ ഉടൻ തന്നെ പ്രതിനിധികളെ നിയോഗിക്കുമെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് അടുത്ത ആഴ്ച തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ യുക്രൈൻ ഉൾപ്പെടെ എത്തുകയാണെങ്കിൽ തുടർ ചർച്ചകൾ ഉടൻ തന്നെ ഉണ്ടാവുകയും ആ തുടർ ചർച്ചകൾ തീർച്ചയായും ഒരു യുദ്ധം അവസാനിക്കുന്ന ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ തുറക്കുകയും ചെയ്യുമെന്നാണ് നിലവിലെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെർജി ലാവ്റോവും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയും 4 മണിക്കൂറോളം ഈ വിഷയം ചർച്ച ചെയ്തു സൗദി അറേബ്യയിലെ റിയാദിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല വിദഗ്ധരും അല്ലെങ്കിൽ ഉന്നത വ്യക്തികളും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി നിരീക്ഷിക്കുമ്പോഴാണ് നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്ന ഒരു സൂചന തന്നെയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ 2022 ഫെബ്രുവരി മുതൽ തുടങ്ങിയ ആ ഒരു തുടർച്ചയായി കാലങ്ങളായി വാർത്തകളിലും അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങളൊക്കെയായി നിലനിൽക്കുന്ന ആ യുദ്ധത്തിൻ്റെ സാഹചര്യം അവസാനിക്കാൻ ഇനി അത്രയും കാലം വേണ്ട, അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ നൽകുന്ന ചർച്ചകൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും അത് കുറേ കൂടി കാര്യക്ഷമമായി നടപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. തീർച്ചയായും ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്ന കർശന നിലപാടിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള മികച്ച പിന്തുണ ഉണ്ടാകുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും മൈസൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്നും ശുഭകരമായ വാർത്തകൾ തന്നെയാണ് വരുന്നത്. വർഷങ്ങൾ നീണ്ടുനിന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അത് അവസാനിക്കാൻ പോകുന്നു, സമാധാനത്തിൻ്റെ മാർഗം തുറക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.